വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അറബിക് സ്വീറ്റായ കുനാഫ സേമിയ ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം സേമിയ, 1 കപ്പ് പാൽ, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് ബദാം, പിസ്ത എന്നിവ ക്രഷ് ചെയ്തത് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 കപ്പ് പാൽ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇവ നന്നായി മിക്സായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം. എപ്പോഴും നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് കൂടെ ചേർത്ത് വേണം അടിച്ചെടുക്കാനായി. ശേഷം നമുക്ക് സേമിയയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഒരു പാനിലേക്ക് സേമിയയുടെ പകുതി എടുത്ത് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ശേഷം ഇതിന് മുകളിലായി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ക്രീം ഫുൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ക്രീം മുഴുവനായും ഞാൻ ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സേമിയ കൂടെ ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കാം. സേമിയ മുഴുവനായി ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ശേഷം അടിഭാഗം വേവുമ്പോൾ നമുക്കിത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. സൈഡ് കുക്കായപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് നമുക്ക് മറ്റേ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും നന്നായി കുക്കായിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലായി കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായി കുറച്ച് ബദാം, പിസ്ത ക്രഷ് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ ഉപയോഗിച്ചുള്ള കുനാഫ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്